Audio Jungle. Audio Jungle. ഹലോ, ടെൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കാം. സാമ്പാർ പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ചിലർ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഇടുള്ളൂ, ചിലർ കൂടുതൽ കഷ്ണങ്ങൾ ഇടും. ഞാൻ അത്യാവശ്യം കഷ്ണങ്ങൾ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങൾ ഞാൻ പരിപ്പിൻ്റെ കൂടെ വേവിക്കാനാണ് എടുത്തിരിക്കുന്നത്. കായ ഉണ്ടെങ്കിൽ കായയും, മത്തങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങയും ഞാൻ സാമ്പാറിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. മത്തങ്ങ സാമ്പാറിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല കൊഴുപ്പും കിട്ടും. പിന്നെ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ ചിലരിടും, ഞാൻ വഴുതനങ്ങ ഇടാറില്ല കേട്ടോ, ഉണ്ടെങ്കിലും ഇടാറില്ല. പിന്നെ അവിയലുണ്ടാക്കുമ്പോൾ ബാലൻസ് വരുന്ന പടവലങ്ങ അത് ഞാൻ ഇടാറുണ്ട്. വെള്ളരിക്ക, കുമ്പളങ്ങ അതൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ഞാനതൊന്നും ഇട്ടിട്ടില്ല, വെള്ളരിക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. വെള്ളരിക്കയും ബീൻസും അവിയൽ ഉണ്ടാക്കിയപ്പോൾ ബാലൻസ് വന്ന കഷ്ണങ്ങളാണ്, അത് ഞാൻ സാമ്പാറിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കഷ്ണങ്ങൾ ഞാൻ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. വേറെ 2-3 ഐറ്റം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വഴിയേ പറയാം. ഈ സാമ്പാറും അവിയലൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ പച്ചക്കറി ചെല്ലുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് പരിപ്പും ബാക്കി കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരിക്ക, സവാള, പച്ചമുളക്, ഇത്ര ഐറ്റംസ് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. പിന്നെ കഷ്ണം വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റി വെച്ചിരുന്ന കഷ്ണങ്ങൾ ഇതാണ് കേട്ടോ. മുരിങ്ങക്കായ, തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളും എടുത്ത് വയ്ക്കാം. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, നിങ്ങൾ ഏത് സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യണേ അതെടുത്താൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി സാമ്പാർ പൊടിയേക്കാൾ കുറച്ചാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കരുത് കേട്ടോ. സാദാ മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ ചേർക്കുന്നത്, ഡയറക്റ്റ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പൊടികളിട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഒരുമിച്ചൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചത്. ഇനി കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ബാലൻസ് മാറ്റി വെച്ച കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, വെളിച്ചെണ്ണ. അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടി കഴിയുമ്പോൾ ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ കറിയിലെ താളിപ്പും വഴറ്റലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ, ലാസ്റ്റ് നമ്മൾ താളിച്ച് ഒഴിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയും വെണ്ടയ്ക്കും മുരിങ്ങാക്കോലൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതുകൊണ്ട് ഇങ്ങനെ വഴറ്റിയിടുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികളും ചേർത്ത് കൊടുക്കാം. പൊടികൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കത്ത് പിടിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ മിക്കവാറും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പൊടികൾ കത്ത് പിടിച്ചിട്ട് കരിഞ്ഞ് അതിൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോകും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊടികൾ കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഒഴിക്കാം. 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളിയായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ അതാ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, പൊടിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വേവിച്ച് വെച്ച പരിപ്പും കഷ്ണങ്ങളും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പും കഷ്ണങ്ങളും വേവിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. കറിയിലേക്ക് പൊടികളെല്ലാം നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. കഷ്ണങ്ങൾ വേവിച്ച് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചേർത്തത് ശർക്കരയാണ് കേട്ടോ. കുറച്ച് ശർക്കര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്താലും മതി. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരണം. അതിന് മുൻപ് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ
നിങ്ങൾക്ക് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കായപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരണം. കറി നല്ലതുപോലെ തിളച്ച് ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. മല്ലിയില ഇട്ടതിന് ശേഷം കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ഇട്ട മല്ലിയിലയുടെയും കായത്തിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമ്പോൾ സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ സാമ്പാർ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ സാമ്പാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.